ഹലോ പ്രിയ സുഹൃത്തുക്കളെ, നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ വളരെ വലിയ ട്രാജഡി സംഭവിച്ചിരിക്കുകയാണ്. ഒരു ലാൻഡ് സ്ലൈഡ് വയനാട്ടിലൊക്കെ. സോ ഇപ്പം മരണം ഏകദേശം ഒരു എബോ 40 ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 50 അടുത്തെന്ന് തോന്നുന്നു മരണം. സോ നമുക്കറിയാം, അപ്പോൾ ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ഒരു നിമിഷം നമുക്ക് മൗനം പാലിക്കാം. സുഹൃത്തുക്കളെ, അപ്പോൾ പറഞ്ഞു വന്ന മറ്റൊന്നുമല്ല, എൻ്റെ ഈ ഒരു സ്ക്രീൻഷോട്ട്സ് കണ്ടോ. സോ അതിനുമുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിൽ സംശയമൊന്നുമില്ല. ഓക്കെ. സോ ഈ ഒരു സ്ക്രീൻഷോട്ട്സിൽ നിങ്ങൾ കാണുന്നത് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ ഈ ഒരു വാർത്തയെക്കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ട തത്വ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജാണ്. ഓക്കെ. അതിൽ ഈ ഒരു വാർത്ത വന്നപ്പോഴത്തേക്കും അതിൻ്റെ കമൻറ്റിൽ ഒരുപാട് പേര് ഡിസ്റെസ്പെക്റ്റ് ചെയ്യുവാണ്, ഈ ജീവൻ നഷ്ടപ്പെട്ടവരെ അപമാനിക്കുവാണ്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെ അവർ കളിയാക്കുവാണ്. ആരാണ് കളിയാക്കുന്നത്? നോർത്ത് ഇന്ത്യക്കാരാണോ? ഒക്കെ എട്ടും പൊട്ടും തിരിയാത്ത സ്കൂളിൽ പോകാത്ത പൊട്ടന്മാരായിട്ടുള്ള. പക്ഷേ രസം അതല്ല, ഈ പൊട്ടന്മാരൊക്കെ സ്കൂളിൽ പോകുന്ന വലിയ സ്റ്റാൻഡേർഡ് പിള്ളേരൊക്കെ തന്നെയാണ്. നിങ്ങൾ ഈ ഇതിൻ്റെമാരുടെ അക്കൗണ്ടൊക്കെ കയറി നോക്കി കഴിഞ്ഞാൽ കാണാം. ഞാൻ ആരുടെ പേര് മറക്കുന്നില്ല, കാരണം അവന്മാർ കമൻറ്റ് അടിച്ചെന്നുണ്ടെങ്കിൽ അത് അവന്മാരുടെ പേര് കാണാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഞാനും കാണിക്കുന്നു അവരുടെ പേര് തന്നെ. സോ ഇവന്മാരൊക്കെ എട്ടും പൊട്ടും തിരുത്ത പൊട്ടന്മാരല്ല. ഇവരൊക്കെ സ്കൂളിൽ പോയി വിദ്യാഭ്യാസമുള്ള നല്ല അത്യാവശ്യം ബോധമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. ഓക്കെ. എന്നിട്ട് അവർക്ക് ഈ ഒരു രാജ്യത്തിൻ്റെ ഭാഗമാണ് കേരളം എന്നുള്ളൊരു ബോധമില്ല. ഓക്കെ. സോ ഇവന്മാർക്ക് നമ്മുടെ കേരളത്തിൻ്റെ കാര്യം വന്നാൽ നിങ്ങൾക്ക് അറിയാമെന്ന് അറിയത്തില്ല, ഓൺലൈൻ ലോകത്തിൽ ഈ സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ ഫൈറ്റ് എപ്പോഴും ഉള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇതൊരു ട്രാജഡിയാണ്. ഓക്കെ. കേരളം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിലൊരു ഭാഗം തന്നെയാണ്. ഇതൊരു വലിയ ട്രാജഡിയാണ്. അപ്പോൾ പോലും അവരൊരു മര്യാദയും കാണിക്കാതെ നമ്മുടെ ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടവരെ കളിയായിക്കൊണ്ടിരിക്കുകയാണ്. ആരും നോർത്ത് ഇന്ത്യക്കാർ. ഓക്കെ. കേരളം, കർണാടക, തമിഴ്നാട്, ആ ഒരു ആന്ധ്ര, ആ ഒരു റേഞ്ച് വിട്ട് മുകളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ മൊത്തം നമുക്കെതിരെ ഹെയ്റ്റാണ്. ഓക്കെ. ഇവിടെ അവർ പൊളിറ്റിക്സ് അത് കയറ്റുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ പേര് ഇതിൽ പറയുന്നുണ്ട്. പൊളിറ്റിക്സ് കയറ്റുന്നുണ്ട്. കർമ്മ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കുവാണ്. നമ്മുടെ ഇവിടെ ജീവൻ നഷ്ടപ്പെടുന്നവരുടെ വിലയ്ക്കൊന്നും ഒരു അല്ലെങ്കിൽ ഇവിടെ ജീവനൊന്നും ഒരു വിലയും കൊടുക്കാതെ അപമാനിക്കുവാണ്. ആര്? നോർത്ത് ഇന്ത്യക്കാർ. ഓക്കെ. നോർത്ത് ഇന്ത്യക്കാരെന്ന് പറയാൻ പറ്റുന്നില്ല, കാരണം അത് അവന്മാരാണ് ചെയ്യുന്നതൊക്കെ. നമ്മൾ കള്ളം പറയുമല്ല, കാരണം അവരാണ് ഇത് ചെയ്യുന്നതൊക്കെ. നമ്മളെ അപമാനിച്ചുകൊണ്ടിരിക്കുവാണ്. ഓക്കെ. അവർ വിചാരിക്കുന്നത് നമ്മളെ സ്റ്റേറ്റ് നമ്മളെന്തോ ഭയങ്കര ബാക്ക്വേർഡാണെന്നോ നമുക്ക് അവരുടെ സപ്പോർട്ട് വേണമെന്നൊക്കെയാണ്. അവർക്ക് സഹായം വേണമെങ്കിൽ ഇങ്ങോട്ട് വിളിക്കാൻ വേണം, അങ്ങ് വരാം. ഓക്കെ. ആ സിറ്റുവേഷനിലാണ്. നമുക്കറിയാം, നമുക്ക് ഇതിലും വലിയ പ്രളയം നമ്മൾ നേരിട്ടവരാണ്. ഓക്കെ. സോ നോർത്ത് ഇന്ത്യക്കാരുടെ ഔദാര്യം നമുക്ക് വേണ്ട. എന്തൊക്കെയായാലും ഇങ്ങനെ ചെയ്യുന്നവന്മാരുണ്ട്. ഓക്കെ. നിങ്ങൾ ആലോചിക്കുക, നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ ഫൈറ്റ് ഉണ്ട്. ഓക്കെ. ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഇവിടെ ജീവൻ നഷ്ടപ്പെടുമ്പോഴും അവിടെ കിടന്ന് ഫൈറ്റ് ഉണ്ടാക്കാനും ഇത് പറഞ്ഞ് കളിയാക്കാനും കുറേമാരുണ്ട്, ബോധമില്ലാത്തവന്മാർ. ഓക്കെ. സോ നിങ്ങളൊന്ന് ഓർക്കുക, ഈ ലോകത്തിൽ ഇന്ത്യക്കകത്ത് നിങ്ങൾ ഒരിക്കലും ആ ഒരു ബ്രദർഹുഡ് എക്സ്പെക്റ്റ് ചെയ്യരുത് സഹോദരങ്ങളെ. നിങ്ങൾക്ക് നമ്മുടെ സ്റ്റേറ്റിൽ കിട്ടുന്ന ബ്രദർഹുഡൊന്നും പുറത്തു പോയി കിട്ടും പ്രതീക്ഷിക്കരുത്. ഇവന്മാരൊക്കെ നമ്മൾ മരിക്കാൻ വേണ്ടി നോക്കി നിൽക്കുവാണ്. സത്യം പറയില്ല, സങ്കടമുണ്ട് ഈ വാർത്ത കണ്ടപ്പോഴത്തേക്കും. കാരണം ഈ ഒരു രാജ്യത്തിൻ്റെ മക്കളാണ് എല്ലാവരും. ഓക്കെ. ഇവിടെ കുറച്ച് പേര് ജീവൻ നഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് ഇവന്മാരെ നമ്മളെ കളിയാക്കാൻ വേണ്ടി നിൽക്കുവാണ് നോർത്ത് ഇന്ത്യക്കാർ. ഇത്ര മാത്രം ഞാൻ പറയുന്നു.